ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അച്ചിങ്ങ പയർ കൊണ്ട് എളുപ്പത്തിലൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അച്ചിങ്ങ പയർ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കണം. മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ്, ടേസ്റ്റ് കൂടും. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് മാത്രം നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവാതെ കടുകൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കറികൾക്കൊന്നും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഞാനൊരു 5 ചെറിയുള്ളിയും 4 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നമ്മളുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ടത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വറ്റൽമുളക് ചതച്ചതാണ്. ഇതിപ്പോൾ ഞാൻ വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ചെറിയുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതയ്ക്കുന്ന കൂട്ടത്തിൽ വറ്റൽമുളക് ഇട്ട് ചതച്ച് ഒന്നല്ലെങ്കിൽ മിക്സിയിൽ ചതച്ചെടുത്താലും മതി. ഇനി അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. നന്നായിട്ട് നമ്മൾ ആ പയറിൽ നമ്മൾ ആ മസാലയൊക്കെ നമ്മുടെ വെളുത്തുള്ളിയുടെയും അവരൊക്കെ ടേസ്റ്റ് പിടിക്കുന്നത് വരെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. ഇതൊക്കെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പയർ ചേർത്തിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടിപ്പോകരുത്, അപ്പോൾ പയർ കുഴഞ്ഞു പോകും. നമുക്ക് ഈ പയർ വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പകുതി വേവിന് ഉള്ള വെള്ളം മാത്രം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ചെറിയൊരു ഡാർക്ക് കളറിലേക്ക് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇടയ്ക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി ഇവിടെ എളുപ്പത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.